ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യത്തെ, ശ്രീമന്നാരായണീയമാകുന്ന നറുനവനീതത്തെ ഭഗവാനുള്ള അക്ഷരനൈവേദ്യമായി നാരായണീയ മധുരമായി നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 27ാമത്തെ ദിവസം, 3ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലി അതിനെക്കുറിച്ച് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിച്ച് തുടർന്ന് ആ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം എന്ന പുസ്തകത്തിലെ വരികൾ പാടി നമുക്ക് സമർപ്പിക്കാം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവൽ ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനമധതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കിത്തരാൻ വേണ്ടത് എല്ലാ ക്ലേശങ്ങളും അകറ്റി കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കാൻ താല്പര്യമുണ്ടാക്കണേ ഗുരുവായൂരപ്പ എന്ന ഒരു താല്പര്യമാണ്, പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൻ്റെ കാതൽ. ക്ലേശാൻ വിധൂയ മേ, എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി, എൻ്റെ ക്ലേശങ്ങളൊക്കെ മാറ്റി ചരണയുഗ്മം ഭവൽ ക്ഷേത്രപ്രാപ്തവും മേ ചരണയുഗ്മം എൻ്റെ
ചരണയുഗ്മം 2 കാലുകളും അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് എത്താനും കരം തേ പൂജനവിധൗ അപിച്ച കയ്യിന് അവിടുത്തെ പൂജ ചെയ്യാനും നയനം ഭവന്മൂർത്തിയാലോകെ കണ്ണിന് അവിടുത്തെ ദിവ്യമായ ഈ സ്വരൂപത്തെ കാണാനും ആ തിരുവുടൽ ദർശിക്കാനും തിരുമേനി കാണാനും അധാ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ എൻ്റെ മൂക്കിന് പിന്നീട് മൂക്കിന് അവിടുത്തെ തൃപാദത്തിലെ തുളസീ പരിഘ്രാണേ തുളസിയുടെ ആ സുഗന്ധം ആ പരിമളം നുകരാനും മുകരാനും ശ്രവണം തേ ചാരുചരിതേ അപി കാതിന് അവിടുത്തെ മധുരതരമായിരിക്കുന്ന കഥ കേൾക്കാനും ധൃതരസം കുരു അതിന് ഉത്സാഹമുണ്ടാക്കി തരണേ ഭഗവാനെ. അപ്പം ആദ്യം കാല്, പിന്നെ കയ്യ്, പിന്നെ കണ്ണ്, കാത്, മൂക്ക്. ഇങ്ങനെ ആദ്യം പറഞ്ഞ 2 കർമ്മേന്ദ്രിയങ്ങളും പിന്നീട് പറഞ്ഞത് 3 ജ്ഞാനേന്ദ്രിയങ്ങളുമാണ് അല്ലേ? ഇതിനൊക്കെ തന്നെ ഭഗവാന്റെ നേരെ താല്പര്യമുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്ക് എന്ന കർമ്മേന്ദ്രിയത്തിന് ഭഗവത് ഗുണ കഥാകഥനത്തിൽ താല്പര്യമുണ്ടാക്കണേ എന്ന പ്രാർത്ഥന. കഥയന്തോ ഗുണകഥ എന്ന് ആദ്യം തന്നെ ഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തന്റെ ലക്ഷണമായി പട്ടേരിപ്പാട് പറഞ്ഞു വെച്ചു. അപ്പം അതുകൊണ്ട് ഇവിടെ ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം ഈ നവധാഭക്തിയുടെ 5 തരത്തിലുള്ള ഭാവങ്ങളെ ഇതിൽ പട്ടേരിപ്പാട് വളരെ ഭംഗിയായി ഇതിൽ ചേർത്ത് വച്ചിരിക്കുന്നു. അപ്പോൾ അന്ധകരണത്തിൽ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം തെളിഞ്ഞ് അതിഗംഭീരമായി എനിക്ക് കാണാൻ പാകത്തിന് മിന്നിത്തിളങ്ങണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുക. ഇവിടെ ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് അതിനുശേഷം അതിൻ്റെ മലയാള പരിഭാഷയിലേക്ക് കടക്കാം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമധതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. 3-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ നിഴൽ നാരായണീയ ശ്രീഹരിയ പരിഭാഷ. ക്ഷേത്രാങ്കണത്തിലെത്തിടാൻ പാദങ്ങൾക്കു ശക്തി നൽകൂ, പൂജ ചെയ്യാൻ കൈകളെയും ശക്തമാക്കണേ, രൂപം കാണാൻ കണ്ണുകളും ഗന്ധത്തിനായി നാസികയും കഥകളെ കേൾക്കാൻ കാതും ശക്തമാക്കണേ. കൃഷ്ണ നാരായണ 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 രാധാ ഗോവിന്ദ ഹരി ഹരി നാരായണ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ശ്രീവാസുദേവ. സർവത്ര നാരായണ നാമസങ്കീർത്തനം, നാരായണ നാരായണ നാരായണ.